തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 144 വനിതാ പോലീസ് കോൺസ്റ്റബിൾമാർ കൂടി സംസ്ഥാന പോലീസ് സേനയുടെ ഭാഗമായി. അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. പോലീസിലേക്ക് കൂടുതൽ വനിതകളെ റിക്രൂട്ട് ചെയ്യാനും സേനയിൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനുമുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുക എന്നത് സർക്കാരിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസ് കോൺസ്റ്റബിൾ PSC റാങ്ക് പട്ടികയിൽ ഇടം നേടിയിട്ടും നിയമനം ലഭിക്കാതെ നിരാശരായി ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ സ്ത്രീകളായ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തത് ഈ അടുത്ത കാലത്തായിരുന്നു. പ്രതീക്ഷയുടെ വെളിച്ചം കെടാതിരിക്കാൻ ഭരണകൂട പാർട്ടിയുടെ നേതാവിനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ ആത്മഹത്യ ചെയ്താലും സർക്കാർ തീരുമാനം മാറ്റാനാവില്ല എന്നാണ്. ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കിട്ടിയതാ, അർഹതപ്പെട്ട ജോലിയല്ലേ ചോദിക്കുന്നത്. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും നോക്കണം, ഞാൻ ആരുടെയും കാലു പിടിക്കാം, ഞങ്ങളെ കൈവിടല്ലേ എന്ന് നിലവിളിച്ച ഉദ്യോഗാർത്ഥിയുടെ നിലവിളി ഇന്നും സെക്രട്ടേറിയറ്റിൽ പ്രതിധ്വനിക്കുകയല്ലേ. സഹന സമരത്തിന്റെ എല്ലാ മുറകളും ഉപയോഗിച്ചാണ് അവരുടെ പ്രതിഷേധം അറിയിച്ചത്. നിരത്തിൽ കല്ലുപ്പ് വിതറി അതിൽ മുട്ടിലിഴയുന്നു, ശയന പ്രദക്ഷിണം നടത്തുന്നു. സത്യാഗ്രഹം നടത്തി നീതി നേടിയ മഹാത്മാഗാന്ധിയുടെ മുന്നിൽ പോലും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തല കുനിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ തൊഴിലാളി വർഗ സർവാധിപത്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആശയത്തിന്റെ പിന്മുറക്കാരുടെ മനസ്സിലാക്കാൻ കഴിയാതെ റാങ്ക് ജേതാക്കളുടെ വനിതാ CPOമാർ പരാജയപ്പെട്ടുപോയി. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ വിജയിച്ച് റാങ്ക് പട്ടികയിൽ ഇടം നേടിയിട്ടും നിയമനം ലഭിക്കാതെ നിരാശരായി. ഭരണകൂടത്തെയും ഭരണ സംവിധാനത്തെയും പഴിക്കുന്ന ഒരു യുവതയുടെ ശാപം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്.